കക്കാടിനെ കുറ്റം പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടോ? പേരോട് സക്കാഫി ഇങ്ങനെ അതിശക്തമായി കക്കാടിനെ കളിയാക്കുന്നുവെങ്കിലും പേരോടും കൂട്ടരും നടത്തുന്ന കാര്യങ്ങൾക്ക് ഇത്തരം മജ്ലിസുകൾക്ക് പറയുന്ന ന്യായം കക്കാടിന്റെ മജ്ലിസിനും വെക്കാം, കക്കാടിന്റെ സദസ്സിനും വെക്കാം. എങ്ങനെ എതിർക്കാൻ കഴിയാ? ഈ തരത്തിലുള്ള മൗലിദികൾ, ഇത്തരത്തിലുള്ള ബുർദ മജ്ലിസുകൾ, അതിന് പറയുന്ന ചില ന്യായങ്ങളുണ്ട്. ഒരു സക്കാഫി അതിനെ ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചു. നേരത്തെ പേരോട് എതിർത്ത് നിങ്ങൾ കേട്ടല്ലോ. ഇനി പേരോട് എതിർത്ത സലാത്തും കക്കാടിന്റെ ഡാൻസും കക്കാടിന്റെ കളിയും, ആ കളിക്കോരോന്നിനും സക്കാഫി ഇവരുടെ മൗലിദിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞ വരികളും രണ്ടും കൂടി കൂട്ടിക്കലർത്തി നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ആധുനിക യുവാക്കളെ വിളിച്ചുകൊണ്ട് ആധുനിക ശൈലിയിൽ തന്നെ ഇത് നടത്താൻ പറ്റുമെന്ന് തെളിയിക്കുന്നു. മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ ചെയ്യുക. അതിന്റെ അർത്ഥം എന്താ? പഴമക്ക് പുതുമ നൽകുക. ഇതന്നെ ശരി. ബേസിക്കലായിട്ട് പഴയ തന്നെ സംഗതി ഒന്ന് മോഡിഫൈ ചെയ്യാം. കക്കാട് തന്നെയല്ലേ ചെയ്തത്? എങ്ങനെ കക്കാടിനെ എതിർക്കും? ആധുനിക ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടിയാ കക്കാട് ഡാൻസ് ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ മൈക്കിൾ ജാക്സൺ സ്റ്റൈൽ. ഇവിടെ പേരോട് ഗുരുദേവല്ലേ മുസ്ലിയാർ മൈക്കിൾ ജാക്സൺ സ്റ്റൈലാണോ? അല്ല, നേരെ മറിച്ച് കക്കാടിന്റെ ശേഷം മൈക്കിൾ ജാക്സൺ സ്റ്റൈലാണ്. ക്ലീൻ ഷേവ്, കോട്ട്, സ്യൂട്ട് ഒക്കെ ധരിച്ച് മൈക്കിൾ ജാക്സൺ സ്റ്റൈലിൽ. പിന്നെയോ ബേസിക്കലായി പഴയ തന്നെ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലൈഹി, പഴയതല്ലേ? ബേസിക്കലായി പഴയത് തന്നെ. ഇങ്ങനെ ബേസിക്കലായി പഴയതാണ് എന്നതുകൊണ്ട്